ബട്ടർ ചിക്കൻ. ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബട്ടർ ചിക്കനാണ്. അപ്പം ബട്ടർ ചിക്കൻ രണ്ട് രീതിയിൽ ഉണ്ടാക്കാം. അതിനകത്ത് ഞങ്ങൾ ചിക്കൻ ബ്രസ്റ്റ് കൊണ്ടാണ് സാധാരണ രീതിയിൽ ഉണ്ടാക്കുന്നത്. നമ്മളിപ്പം വ്യത്യസ്തമായ രീതിയിൽ ചിക്കൻ തൈ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, നമുക്കതിന് ചിക്കൻ തൈ 2 കിലോ ആണ് നമ്മൾ മേടിച്ചിരിക്കുന്നത്. ഇത് 2 ബോക്സിലായിട്ടാണ്. അപ്പോൾ അതെടുത്ത് കട്ട് ചെയ്യാൻ പോവാണ്. അപ്പം 3 പീസാക്കുകയാണ് ഓരോ പീസുകൾ. അപ്പം ചിക്കൻ നല്ല റെഡിയാക്കി കട്ട് ചെയ്ത് ഒരു പാത്രത്തിലോട്ട് മാറ്റി അതിന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നതിന് മുമ്പ് അതിൻ്റെ സാധനങ്ങളുടെ പേരുകൾ പറയാം. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അതുപോലെ ഉലുവായുടെ ഇല പൊടിച്ചത്, ലെമൺ, തൈര്. അപ്പോൾ ഉപ്പ് നമ്മൾ ആദ്യമായിട്ട് ഇട്ട് കഴിഞ്ഞ് വേണം നമ്മൾ ആ കാണിച്ച സാധനങ്ങളെല്ലാം കൂടെ ഒന്നിച്ചിട്ടിട്ട് നമ്മൾ ഇളക്കാൻ പോവാണ്. ഇപ്പം നന്നായിട്ട് അങ്ങോട്ട് ഇളക്കുക. ഇത് മാരിനേറ്റ് ചെയ്ത് നമ്മൾ 1 മണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാൽ അത്രയും നല്ലതാണ്. നമ്മളിത് ഫ്രിഡ്ജിലാണ് വെക്കാൻ പോകുന്നത്. ഇപ്പം പാൻ എടുക്കുക. നമ്മൾ അതിനകത്തോട്ട് വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. അതിനുശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കന് ആ എണ്ണയിലോട്ട് കൊണ്ടിടുകയാണ്. ഇതിപ്പോൾ നമ്മൾ അത് തിരിച്ചിട്ടു. നമ്മൾ ഇത്രയും മൂക്കേണ്ട കാര്യമില്ല, നമ്മൾ അങ്ങനെ റെഡിയാക്കിയെന്നുള്ളതേ ഉള്ളൂ. ഇപ്പോൾ ചിക്കനെല്ലാം നമ്മൾ വറുത്ത് വെച്ചു. അതിനുശേഷം ഒരു പാൻ എടുക്കുക. അതങ്ങോട്ട് ചൂടായി വരുമ്പോഴത്തേനും നമ്മൾ ബട്ടർ ഇടുകയാണ് അതിനകത്തോട്ട് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും അങ്ങോട്ട് ഇടുകയാണ്, അരിഞ്ഞു വെച്ചത്. പച്ചമണം അങ്ങോട്ട് മാറിക്കഴിയുമ്പോഴത്തേനും നമ്മൾ അരിഞ്ഞു വെച്ച 2 ഉള്ളിയാണ് നമ്മളിതിനു വേണ്ടി അരിഞ്ഞു വെച്ചത്. അത് നമ്മൾ അതിനകത്തോടു കൂടി ആഡ് ചെയ്യുകയാണ്. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. ഉള്ളി ഒന്ന് മൂത്ത് കഴിയുമ്പോഴത്തേനും നമ്മൾ കുറച്ച് കാഷ്യൂനട്ട് നമ്മൾ ആഡ് ചെയ്യുകയാണ്. അപ്പം നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഒരു 3 തക്കാളിയാണ് ഇതിനോട് കൂടി ചേർക്കുന്നത്. അപ്പോൾ അത് ഇതിനോട്ട് ആഡ് ചെയ്തു. അതിനുശേഷം അത് നന്നായിട്ട് ഇളക്കുക. ഇതിനകത്തോട്ട് സ്വല്പം മഞ്ഞൾപ്പൊടി ഇടുകയാണ്. അതിനുശേഷം നമ്മൾ മല്ലിപ്പൊടി ഇടുന്നുണ്ട്, മുളക് പൊടി ഇടുന്നുണ്ട്. നമ്മൾ സ്വല്പം ഗരം മസാലയോട് ആഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം അത് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കുക. അതിനുശേഷം നമ്മളൊരു 500 ml വെള്ളം ഒഴിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിത് കുക്കാകുന്നിടം വരെ നമ്മളിത് നന്നായിട്ട് അടച്ചു വെച്ച് വേവിക്കുന്ന പോവാണ്. അപ്പോൾ ഇതൊന്ന് തണുത്ത് കഴിഞ്ഞ് നമ്മളൊരു മിക്സിയിലോട്ട് മാറ്റുകയാണ്. മിക്സിയിലിട്ട് നമ്മൾ ബ്ലെൻഡ് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ നന്നായിട്ട് അരച്ചിട്ട് നമ്മൾ അതേ പാത്രത്തിലോട്ട് തന്നെ നമ്മൾ മാറ്റി അത് ഒന്ന് ചൂടാക്കി എടുക്കാൻ വേണ്ടി വെക്കുകയാണ്. നമ്മൾ ഇതിനകത്തോട്ട് കുറേ കസൂരി മേത്തി കുറേ കൊണ്ടിടുകയാണ്. ഇതിനകത്തോട്ട് നമ്മൾ കുറച്ച് ക്രീം ആഡ് ചെയ്യുകയാണ്. അപ്പോൾ ഇതിനെയും നമ്മൾ ഒന്ന് തിളയ്ക്കാൻ വേണ്ടി വെക്കുകയാണ്. അപ്പം ഇത് ഒരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റി ഗാർണിഷിനായിട്ട് മണ്ടയ്ക്കൂടെ സ്വല്പം ക്രീം ഒഴിക്കുകയാണ്. അപ്പം നമ്മളിത് കഴിച്ച് നോക്കാൻ പോവാണ്. നമുക്കിത് ഫ്രൈഡ് റൈസിൻ്റെ കൂടോ അല്ലെങ്കിൽ പൊറോട്ടയുടെ കൂടോ അല്ലെങ്കിൽ എന്തിൻ്റെ കൂടെ വേണേലും ഇത് കഴിക്കാം. നല്ല അടിപൊളിയാണ്. നിങ്ങൾക്കിത് ഉണ്ടാക്കി പരീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.